ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? എല്ലാവർക്കും നന്നായിട്ട് പോയെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 28th എക്സാം ഉള്ളവർ മാക്സിമം പ്രീവിയക്ക് തന്നെ നോക്കി പോവുക കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രീവിയക്ക് തന്നെയാണ് ഞാൻ നോക്കിയത്. രാവിലെ കുറച്ച് നേരം കറണ്ട് അഫേഴ്സ് കണ്ടു. അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയക്കുള്ളിൽ കിട്ടും കേട്ടോ. അപ്പം അത് ഒരിക്കലും വിടരുത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. മാക്സിമം പ്രീവിയക്ക് മാത്രം നോക്കി പോവുക. മാത്സിൻ്റെ ആയാലും GK ആയാലും നമ്മുടെ കറണ്ട് അഫേഴ്സ് എക്സ്ട്രാ നമ്മൾ നോക്കി പോയേക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം മുതലുള്ള മാക്സിമം അങ്ങനെയെങ്കിലും നോക്കുക കേട്ടോ. ടൈം തീരെ ഇല്ലാത്തവരുടെ കാര്യമാണ് പ്രീവിയക്ക് നോക്കി പോവുക. പുതിയ കുട്ടികൾ പഠിച്ച് വരുന്ന കുട്ടികൾ 28th എക്സാം ഉള്ളവർ പഠിച്ചത് തന്നെ ഒന്നുകൂടെ ഒന്ന് റിവിഷൻ കൊടുത്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകണാണ്ട് കറണ്ട് അഫേഴ്സൊക്കെ ഒന്ന് എഴുതി വെച്ചിരുന്നു. പിന്നെ മാത്സ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം മാത്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പം കുറച്ച് ദിവസം മാത്സിൻ്റെ ഇതെടുത്തിട്ട് മാത്സ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ പുറത്തോട്ട് പോകണമായിരുന്നു. പുറത്തോട്ട് പോയപ്പോൾ എനിക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. 28th എക്സാമിന് നേരത്തെ എടുക്കണമെന്ന് കരുതിയിട്ട് എടുക്കാൻ വെച്ചതാണ്. എന്തായാലും പുറത്തോട്ട് പോകുന്നതായിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഡെൻറ്റൽ ക്ലിനിക്കിലേക്ക് ഒന്ന് പോകണമായിരുന്നു. പിന്നെ ഹോൾ ടിക്കറ്റ് എടുക്കും. പിന്നെ 17th ഒരു എക്സാം ഉണ്ട്. പക്ഷേ അത് ഞാൻ മിക്കവാറും മറ്റേ കന്നഡ മലയാളം നോയിൻ്റെ LD എക്സാമാണ്. പിന്നെ കഫേയിലൊക്കെ കയറിയപ്പോൾ നല്ലൊരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. നമുക്ക് എത്ര സെലിബ്രേഷൻസ് ഉണ്ടെങ്കിലും ക്രിസ്മസ് വൈബ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കടകളിലൊക്കെ കാണാൻ. അപ്പോൾ ക്രിസ്മസ് ട്രിപ്പൊക്കെ കണ്ടിട്ട് നല്ലൊരു ഭംഗി തോന്നി. കുറച്ച് പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ല. ഹോൾ ടിക്കറ്റൊക്കെ അടിച്ചിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കറണ്ട് അഫേഴ്സാണ് കേട്ടോ നോക്കിയത്. കറണ്ട് അഫേഴ്സ് കൂടുതലും കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കേരള ഹിസ്റ്ററിയുടെ PVQ ആണ് കേട്ടോ എടുത്തത്. കേരള ഹിസ്റ്ററി PVQ നമ്മൾ നോക്കിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ശ്രീധരമേനോൻ സാറിൻ്റെ ടെക്സ്റ്റിൽ നിന്നൊക്കെ ചില പോയിൻറ്റ്സ് ചില നേരത്തൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് PVQ എന്തായാലും ചെയ്തേ ഒക്കത്തുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്തെ പ്രിലിംസിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും കേട്ടോ. നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഫിസിക്സിൻ്റെ നമ്മുടെ സൈലത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് കുറച്ച് കണ്ടു. പെൻഡിങ് ഉണ്ടായിരുന്നു. പെൻഡിങ് വന്നു വളരെ പാടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവർ മാക്സിമം നിങ്ങൾ ഡേറ്റ് ആയിട്ട് ലൈവ് ക്ലാസ് തന്നെ കണ്ടുപോകുക കേട്ടോ. നമ്മൾ നാളെ കാണാമെന്ന് പറഞ്ഞിരുന്നാൽ തന്നെ അതിൻ്റെ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കത് കവറപ്പ് ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സിൻ്റെ തന്നെ രണ്ട് പോർഷൻസാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. സംഖ്യകളുടെ മറ്റേ പേഴ്സൻറ്റേജിൻ്റെയും. പിന്നെ പേഴ്സൻറ്റേജിൻ്റേത് വേറെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളൊക്കെ വന്ന് അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നു. കാര്യം അവരുടെ എക്സാം ടൈം ആയതുകൊണ്ട് ഒന്നിനും സമയമില്ല. 6 ഒക്കെ ഞാൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.